ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്, അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. വിപിൻദാസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജെ ഒക്കെ സംവിധാനം ചെയ്ത ആളാണ്. അപ്പോൾ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ പൃഥ്വിരാജ്, അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 മണിക്കൂറും 2.25 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഫസ്റ്റ് മുതൽ അവസാനം വരെ നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള എല്ലാ വകയും സിനിമകളുള്ളതാണ്. തിയേറ്റർ പൊട്ടിച്ചിരിച്ച് കുലുക്കി മറിയാന്നൊക്കെ പറയല, അതുപോലെയാണ് തിയേറ്ററിൽ ഫസ്റ്റ് മുതൽ അവസാനം വരെ സംഭവിച്ചിട്ടുള്ളത്. കിടിലൻ സിനിമ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ കോമഡി അത്യാവശ്യം എല്ലാ കോമഡിയും വർക്കായിട്ടുണ്ട് തന്നെ പറയാം. കിടിലായിട്ടുണ്ട്. എല്ലാവരും എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് പിന്നെ വന്നവരും പോയവരും ഒക്കെ തകർത്ത് പോകാന്നറിയില്ലേ, അതുപോലെയായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ ക്ലൈമാക്സിൽ എത്തുന്ന സമയത്ത് ക്ലൈമാക്സിൽ ആ ഒരു ഗുരുവായൂർ എന്നുള്ള കുറച്ച് സീനുകൾ കുറച്ചൊന്ന് ലെങ്തി ആയി പോയെന്ന് തോന്നി. എന്നാലും വലിയ വിഷയമായിട്ട് തോന്നിയില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അത്രയും നേരം നമ്മളെ അത്രയും സന്തോഷിപ്പിച്ച് അത്രയും ചിരിച്ച് ഉല്ലസിച്ച് കാണാൻ പറ്റിയ സിനിമ, ഫാമിലി ആയിട്ടിരുന്ന് എല്ലാ കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് സൂപ്പറായിട്ടിരുന്ന് കാണാൻ പറ്റും പടമാണ്. ഈ സിനിമയിൽ ആർക്കും ഒരു മിസ്കാസ്റ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. ഈ വന്നവരും പോയവരും ഒക്കെ തകർത്തിട്ട് പോയി എന്നറിയില്ലേ, അതുപോലെയാണ് ഈ ഒരു സിനിമയിൽ എല്ലാവരും. ഒരു മിസ്കാസ്റ്റിംഗ് ആയിരുന്നു തോന്നില്ല. യോഗി ബാബുവിനെ വെറുതെ കൊണ്ടുവച്ചതുപോലെയൊന്നും തോന്നിയിട്ടില്ല. യോഗി ബാബു അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും സൂപ്പറായി. എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു, സാറിന് കോമഡി പടങ്ങളൊക്കെ ആവുന്ന സമയത്ത് പൃഥ്വിരാജ് സാറിന് മസിൽ പിടിച്ച് കുറച്ച് എന്താ പറയുക, കുറച്ച് ഓവറാക്കാറുണ്ടായി സാറിന്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ പൃഥ്വിരാജ് സൂപ്പറാക്കിയിട്ടുണ്ട്. പൃഥ്വിരാജ്, ആ ബേസിൽ ജോസഫ്, ആ ഒരു സംഭവം. പിന്നെ ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട സംഭവമാണ് കേട്ടോ. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിലാണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. പഴയ മലയാള സിനിമകളുടെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിച്ചൊക്കെ കിടലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അഴകിയ ലൈല, അതൊക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയ സൂപ്പറായിട്ട്, അല്ല ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ അടിപൊളി പടമായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സിനിമ. ഫസ്റ്റ് മുതൽ അവസാനം വരെ തകർത്ത് എന്താ പറയുക, പിന്നെ പൊളിച്ചിരുന്ന് കാണാം, അടിച്ച് പൊളിച്ച് കാണാം. ഒരു ഫെസ്റ്റിവൽ മൂഡ് പടം, അതാണ് ഈ ഒരു സിനിമ. നിങ്ങളെന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കോമഡി പടങ്ങളാണല്ലോ കൂടുതലും. പിന്നെ ഈ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതൊരു അസ്ഥാനത്ത് ആയതുപോലെ തോന്നി എനിക്ക്. അത്രയേ ഉള്ളൂ. എനിക്ക് വേറൊന്നും വലിയൊരു പ്രശ്നങ്ങളായിട്ട് തോന്നിയില്ല സിനിമയിൽ. ഫസ്റ്റ് മുതൽ അവസാനം വരെ എൻജോയ് ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ കൈയടിച്ച് കൂക്കി വിളിച്ച്, പിന്നെന്താ പറയുക, കൈയടിച്ച് കൂക്കി വിളിച്ച് പൊട്ടിച്ചിരിച്ച് കാണാൻ പറ്റിയ സിനിമ. അടിപൊളി പടം, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ടോ? പൃഥ്വിരാജ് ഇഷ്ടപ്പെട്ടോ? പൃഥ്വിരാജ് ഫാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ അനു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ പടം, നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.